വണ്ടിപ്പെരിയാർ മാലിന്യ സംസ്കരണ പ്ലാന്റിന് സമീപം തീപിടുത്തം. പ്ലാന്റിന്റെ സമീപത്തായി വർഷങ്ങളായി കൂട്ടിയിട്ടിരുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തിനശിച്ചു. സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പഞ്ചായത്ത് ഭരണസമിതി വണ്ടിപ്പെരിയാർ പോലീസിൽ പരാതി നൽകി. വണ്ടിപ്പെരിയാർ പഞ്ചായത്തിന്റെ അധീനതയിലുള്ള സത്രം മൗണ്ട് ഭാഗത്തായി പ്രവർത്തിക്കുന്ന മാലിന്യ സംസ്കരണ പ്ലാന്റിലാണ് ഇന്നലെ തീപിടുത്തമുണ്ടായത്. ടൺ കണക്കിന് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ള മാലിന്യ വസ്തുക്കൾ കത്തി നശിച്ചതായാണ് വിവരം. ശനിയാഴ്ച രാത്രി 10ഓടെ പ്ലാന്റിന് സമീപത്ത് കൂട്ടിയിട്ടിരുന്ന പ്ലാസ്റ്റിക് കൂനയിൽ നിന്നും തീ പടരുന്ന കണ്ട യാത്രക്കാരിൽ ഒരാൾ വിളിച്ച് പഞ്ചായത്ത് അധികൃതരെ വിവരം അറിയിക്കുകയും ചെയ്തു. ഇതനുസരിച്ച് പീരിമേട്ടിൽ നിന്നും അഗ്നിരക്ഷാസേന യൂണിറ്റ് സ്ഥലത്തെത്തി 1 മണിക്കൂറോളത്തെ പരിശ്രമത്തിനൊടുവിൽ തീ അണയ്ക്കുകയുമായിരുന്നു. ആയതിനാൽ തന്നെ പ്ലാന്റിന്റെ ഉള്ളിലേക്ക് തീ പടരുന്നത് തടയാനായി. ഇതുമൂലം വൻ തീപിടുത്തമാണ് ഒഴിവായത്. തീപിടുത്തം ഉണ്ടായ സ്ഥലത്ത് വൈദ്യുതി ബന്ധം ഇല്ലാത്ത സ്ഥലമാണ്. ഇത് ഷോർട്ട് സർക്യൂട്ടായി നിഗമിക്കാൻ കഴിയാത്തതിനാൽ തന്നെ തീപിടുത്തത്തിൽ ദുരൂഹതയേറുന്നുമുണ്ട്. പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യങ്ങളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പ്ലാന്റിന്റെ പരിസരത്തായിട്ടാണ് തള്ളുന്നത്. ഇത് കൂനയായി കൂടിയാണ് കിടക്കുന്നത്. 1 വർഷം മുൻപ് പ്ലാന്റിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്തു കൊണ്ടുപോകുന്നതിനായി ക്ലീൻ കേരള കമ്പനി പഞ്ചായത്തുമായി കരാർ ഉടമ്പടി വെക്കുകയും ടൺ കണക്കിന് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇവിടെ നിന്ന് ക്ലീൻ കേരള കമ്പനി കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. എന്നാൽ ഇവർക്ക് പഞ്ചായത്ത് നൽകാനുള്ള തുകയിൽ പകുതി തുക നൽകിയതും ബാക്കി തുക നൽകാതെ വന്നതോടെയാണ് മാലിന്യം കൊണ്ടുപോകുന്നത് നിലച്ചത്. തുടർന്ന് ഇന്നലെ അവധിയായിരുന്നതിനാൽ ഇന്ന് പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് വണ്ടിപ്പെരിയാർ പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട്. ഇതേസമയം പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ മാലിന്യ പ്ലാന്റിൽ അഗ്നിരക്ഷ യൂണിറ്റ് സ്ഥാപിക്കാനും സ്ഥലത്ത് ക്യാമറ സ്ഥാപിക്കുവാനും തീരുമാനിച്ചിട്ടുള്ളതായി പഞ്ചായത്ത് പ്രസിഡന്റ് KM ഉഷ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.